വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രുചിയുള്ള ഒരു ബോണ്ടയുടെ റെസിപ്പി പറയട്ടെ. അതിനുവേണ്ടി ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ, പിന്നീട് ശർക്കര. എനിക്കിവിടെ കിട്ടുന്നത് നല്ല പൊടിച്ച അഴുക്കൊന്നുമില്ലാത്ത ശർക്കരയാണ്. നിങ്ങളുടെ കൈവശമുള്ളതിൽ അഴുക്കുണ്ടെങ്കിൽ അതൊന്ന് പാനിയാക്കി അരിച്ചെടുക്കുക. പിന്നീട് നല്ല പഴുത്ത പഴം, ഏലക്ക, ബേക്കിംഗ് സോഡ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് മാവൊഴികെയുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നേരിട്ട് നിങ്ങൾക്ക് ഈ ജാറിലേക്ക് ഇടാവുന്നതാണ്. വേണമെങ്കിൽ ബേക്കിംഗ് സോഡയും ഉപ്പും മാവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടാം. അതുപോലെ തന്നെ ഈ ശർക്കര പാനിയായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി അടിച്ചു കിട്ടിയ ശർക്കരയും പഴവും ഉപയോഗിച്ച് നമ്മുടെ മാവ് നല്ലതുപോലെ കുഴയ്ക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരവും ഉപ്പും ഒക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചപ്പാത്തി കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴയ്ക്കാൻ. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട കിട്ടുകയുള്ളൂ. ഇതുപോലെ ഇനി ഒരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് ചൂടാക്കി എണ്ണയൊഴിക്കുക. നല്ലതുപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. പിന്നീട് കൈ വെള്ളത്തിലൊന്ന് മുക്കി മാവിങ്ങനൊന്ന് ഉരുട്ടി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക കൈ പൊള്ളാതിരിക്കാൻ. ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു ചട്ടുകം ഉപയോഗിച്ച് തിരിച്ചും മറിച്ചും തിരിച്ചും അങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇതുപോലെ ഒരെണ്ണം കിട്ടും. ഇത്രയേ ഉള്ളൂ. കോരിയെടുക്കുക. നമ്മുടെ ബോണ്ട റെഡി. കണ്ടോ, പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.